ഹായ് കൂട്ടുകാരെ, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ പത്മ ഇനി മരിക്കുകയാണ് നല്ലത് എന്നുള്ള തീരുമാനം എടുക്കുകയാണ് കേട്ടോ. കാരണം തൻ്റെ ഒപ്പിന് താഴെ ഒരു വേലക്കാരി പെണ്ണ് ഒപ്പിട്ട് അത് തനിക്ക് താങ്ങാൻ കഴിയുന്നില്ല. തൻ്റെ മനസ്സിന് വലിയ വേദനയാണ്, ഭ്രാന്ത് പിടിച്ച അവസ്ഥയിലോട്ട് എത്തുകയാണ്. അപ്പോൾ ഈ സമയം തന്നെ കബളിപ്പിച്ചതാണെന്നുള്ള സത്യവും ഇനിയിപ്പോൾ പത്മ അറിയൂ കേട്ടോ. അങ്ങനെ തൻ്റെ മകൾ തന്നെ കബളിപ്പിച്ചും കൊണ്ട് ആ ചെക്കിന് താഴെ ഈ പറയുന്ന ഒപ്പ് വീണു എന്ന് ആലോചിക്കുമ്പോൾ തൻ്റെ തല തല്ലിക്കരയാണ് കേട്ടോ. തല തല്ലി ഇവിടെ കൈ വെട്ടിമുറിക്കാനടക്കം തീരുമാനിക്കുകയാണ് ഈ പറയുന്ന പത്മ കേട്ടോ. അങ്ങനെ പത്മക്ക് അംഗീകരിക്കാൻ കഴിയുന്നില്ല. ഈശ്വര, എന്തൊരു ദുർവിധിയാണ് എനിക്ക് വന്നിരിക്കുന്നത്. എന്താണ് ഇപ്പം എൻ്റെ മകൻ എന്നോട് കാണിച്ചത്? ആ വേലക്കാരി പെണ്ണ് എൻ്റെ ഒപ്പിന് താഴെ ഒപ്പിട്ടിരിക്കുന്നു, അത് ചിന്തിക്കാൻ കഴിയുന്നില്ല എന്ന് പറഞ്ഞിട്ട് പിന്നീട് പത്മ ഒരു തീരുമാനമെടുക്കണം. എന്തായാലും വേണ്ടില്ല, ഇനി ഞാനില്ല കമ്പനിയിലോട്ട് എന്ന് കേട്ടോ. അപ്പോൾ യതീന്ദ്രൻ വന്നിട്ട് പറയണേ, നിനക്കെന്താ പത്മേ, നിനക്കെല്ലാം ഭ്രാന്ത് പിടിച്ചോ? ഒരു പെണ്ണ്, അതായത് ഒരു നന്ദിനി ആ ഒരു ചെക്കിൽ ഒപ്പുവെച്ചു എന്ന് കരുതി നിന്നെ അത് ബാധിക്കുമോ? അത് നിങ്ങൾക്ക് പറഞ്ഞാൽ മനസ്സിലാവത്തില്ല. കാരണം നിങ്ങൾ അങ്ങനെയാണല്ലോ. നിങ്ങൾക്ക് ഏത് കാലവും ഞാൻ എന്ത് പറയുമ്പോഴും നിങ്ങൾക്ക് പുച്ഛമാണല്ലോ. നിങ്ങൾ ആ വേലക്കാരി പെണ്ണിനെ തലയിലേറ്റിയിട്ടാണല്ലോ നിങ്ങളും നിങ്ങളുടെ മകനും നടക്കുന്നത്. എന്നാൽ ഈ പത്മയുടെ വില എന്തെന്ന് നിങ്ങൾക്കറിയില്ല. പത്മ എവിടെ ഇരിക്കുന്ന ആളാണെന്നും നിങ്ങൾക്കറിയില്ല. പത്മക്ക് വേലക്കാരിയുടെ ആ ഒപ്പ് ഞാൻ ഇട്ട് കൊടുത്തില്ലേ, അതിനവൻ കളിച്ച നാടകവും അതിപ്പോൾ വിജയ് പറഞ്ഞത് കേട്ടില്ലേ. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇനി എനിക്ക് ജീവിക്കണ്ട എന്ന് പറയണം കേട്ടോ. ഇതേ സമയം നീ എന്താണ് പത്മ ഇങ്ങനെ ആയിപ്പോയത്? നിനക്ക് എന്തെത്ര ബുദ്ധിയില്ലേ? ഓഫീസിലോട്ട് വരാൻ നോക്ക്. ഇല്ല, ഞാൻ വരത്തില്ല. അപ്പോൾ നിൻ്റെ സൈൻ ഇനി കിട്ടില്ല എന്നാ പറയുന്നത്. സൂര്യയോട് വെറുതെ വാശിയും പിണക്കവും കാണിച്ച് നീ ഓരോന്നും നീ നിൽക്കണ്ട എന്ന് പറയണം കേട്ടോ. ഇതേ സമയം അതങ്ങ് പറഞ്ഞിട്ട് യതീന്ദ്രൻ അങ്ങ് പോവുകയാണ്. എന്നാൽ ഈ സമയം ഇന്ദ്രജിയാണെങ്കിലോ, അമ്മേ, സൂര്യ എത്ര പെട്ടെന്നാണ് ആ അമ്മയെ പറ്റിച്ചത്. എന്തായാലും സൂര്യ വലിയൊരു തിരിച്ചടിയാണ് നമുക്ക് തന്നിരിക്കുന്നത്. ഇനി എന്താ ചെയ്യുക അമ്മേ എന്നൊക്കെ ചോദിക്കുമ്പോൾ അവൻ എന്നോടല്ലേ കളിച്ചത്, ഇനി ഞാൻ കമ്പനിയിലോട്ട് പോവില്ല. അത് കേൾക്കുന്ന വിജയ് പറയുന്നത്, എന്താ ആൻറ്റിക്ക് വട്ടായോ? ആൻറ്റി കമ്പനിയോട്ട് പോവാതിരുന്ന തീർച്ചയായും ഈ പറയുന്ന ആൻറ്റിക്ക് പോയി എന്നല്ലാതെ എന്നിങ്ങനെ പറയുമ്പോൾ ഉടൻ തന്നെ എനിക്ക് പോയി എന്ന് നീ പറയണ്ട. കാരണം എനിക്കല്ല പോയത്, അവനാണ് ഇനി നഷ്ടങ്ങൾ ഉണ്ടാവാൻ പോകുന്നത്. ഇനി ഞാനൊരു തീരുമാനം എടുക്കുക എന്ന് പറയുമ്പോൾ നിങ്ങളൊരു തീരുമാനം എടുക്കേണ്ട എന്ന് പറഞ്ഞിട്ട് സൂര്യ അങ്ങോട്ടേക്ക് കടന്നു വരികയാണ് കേട്ടോ. സൂര്യ പറയണേ, അതെ, ഇനി എല്ലാവരും കേൾക്കേ, ഞാനൊരു കാര്യം പറയാം. ഇപ്പോൾ സത്യങ്ങളെല്ലാം എൻ്റെ അളിയൻ എന്ന് പറയുന്നവൻ പറഞ്ഞല്ലോ. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ ഇനി ഒരു തീരുമാനം എടുക്കാൻ പോവാം. എന്ത് തീരുമാനം എന്ന് ചോദിക്കുകയാണ് കേട്ടോ. അതൊക്കെ ഉണ്ട്. ഇനി എന്തായാലും ആ തീരുമാനം വഴിയെ നിങ്ങൾ കണ്ടോളൂ എന്ന് പറയുമ്പോൾ അവിടെ ഇന്ദ്രജ, അമ്മ ഇനി അടുത്ത വേലത്തരവുമായി സൂര്യ വരികയാണ്. സൂര്യയോട് ഇങ്ങനെ കോർക്കാൻ നിൽക്കണ്ട അമ്മ, എന്തായാലും അവന് മുന്നിൽ മുട്ടുകുത്തത്തേ ഉള്ളൂ. സൂര്യ അങ്ങനെയാണ്, അമ്മ ഒന്ന് ഒതുങ്ങ് എന്നിങ്ങനെ പറയുമ്പോൾ, ഇല്ലടി, ഞാൻ ഒതുങ്ങില്ല. ഇനി ഞാൻ ആ കമ്പനിയിലോട്ട് പോവില്ല. ഞാൻ ഇനി ആ ചെക്കിൽ ഒരിക്കലും ഒപ്പുവെക്കില്ല എന്നങ്ങ് പറയുമ്പോൾ പിന്നെ അമ്മയുടെ തീരുമാനം എന്താ? അപ്പോൾ കാണാം അങ്ങോട്ടേക്ക് മിത്ര കയറി വരുന്ന കേട്ടോ. മിത്രയെ കണ്ട ഉടൻ തന്നെ സൂര്യക്ക് ദേഷ്യം പിടിക്കുകയാണ്. സൂര്യ ഇങ്ങനെ നിൽക്കുന്നുണ്ട്. എന്താണാവോ നീ ഈ വഴി? സൂര്യ പുറത്താണ് നിൽക്കുന്നത്. അതെ, എനിക്കിവിടെ വരണമെന്ന് എന്നോട് ഒരാൾ വിളിച്ചു പറഞ്ഞു, അതുകൊണ്ട് ഞാൻ വന്നു. അന്ന് നീ നന്ദിനിയെ ഭീഷണിപ്പെടുത്തി ഇവിടെ നിന്ന് അങ്ങ് പോയതാണല്ലോ. ഇനി നീ നന്ദിനിയെ ഒന്നങ്ങ് ഭീഷണിപ്പെടുത്തി നോക്ക്, ഞാനൊന്ന് കാണിച്ചു തരാം. ഇത്രയും നാളും നീ നന്ദിനിയെ നല്ലവളെന്ന് പറഞ്ഞ് നന്ദിനിയുടെ പിന്നാലെ കൂടിയിട്ട് ഇപ്പോൾ നന്ദിനി എന്നുമായി അടുത്തു, ഞാൻ അവളെയാണ് സ്നേഹിക്കുന്നതെന്ന് പറഞ്ഞപ്പോൾ നിനക്കത് പിടിച്ചില്ലല്ലേ? നന്ദിനിയോളം നീ വരില്ല എന്ന് പറഞ്ഞപ്പോൾ നീ നന്ദിനി, ആ പാവം നന്ദിനിക്കിട്ട് കൊടുത്തിട്ട് പോയില്ലേ? ഇനി നീ ആവർത്തിച്ചാൽ നിനക്ക് ഈ സൂര്യയുടെ സ്വഭാവം എന്താണെന്ന് ശരിക്കും. അത് കേൾക്കുന്ന മിത്രയെ വിളിക്കുകയാണ് കേട്ടോ പത്മ. മിത്ര, എന്തിനാ നീ അവിടെ സംസാരിക്കാൻ നിൽക്കുന്നത്? നീ ഒന്നിങ്ങ് വന്നേ. ഓ, അപ്പോൾ ഇവരാണ് അവിടെ ഇട്ട് വിളിച്ചിരിക്കുന്നത്. അങ്ങനെ മിത്ര, എന്താ ആൻറ്റി എന്നോട് വരാൻ പറഞ്ഞത്? ഞാനൊരു സീരിയസ് കാര്യം പറയാനാണ്. അപ്പോഴേക്കും അവിടെ വക്കീലും എത്തുന്നു കേട്ടോ. അപ്പോൾ ഈ വക്കീൽ എന്തപ്പോൾ ഇങ്ങോട്ടേക്ക് എന്നുള്ള ലെവലിൽ സൂര്യ ഇങ്ങനെ നോക്കുകയാണ്. അപ്പോൾ ഈ സമയം പത്മയാണെങ്കിലോ കാലം കയറ്റിയിരിക്കുകയാണ്. അപ്പോഴേക്കും യതീന്ദ്രനും അങ്ങ് എത്താണ്. അപ്പോൾ ഉടൻ തന്നെ, എന്താ സാർ, എന്താ ഈ വഴി വന്നിരിക്കുന്നത്? ഇത് നമ്മുടെ ഓഫീസ് കാര്യം സംബന്ധമായൊരു കാര്യം പറയാനാണ്. എന്തായാലും എല്ലാവരും ഉണ്ടല്ലോ, നിങ്ങളുടെ മകനും എല്ലാവരും കേൾക്കിയ വിധത്തിൽ ഞാനൊരു കാര്യം പറയുന്നു. എന്ത് കാര്യം? ഞാൻ ഇനി ആ കമ്പനിയിൽ ജോലി ചെയ്യുന്നില്ല. ആഹാഹാ, എന്ത് നല്ലൊരു രസകരമായ ന്യൂസാണ് ഞാൻ കേൾക്കുന്നത്. ഞാൻ കേൾക്കാൻ ആഗ്രഹിച്ച ഒരു കാര്യമാണ് ഇപ്പോൾ പറയുന്നത്. ഈ ടി വിയിലൊക്കെ ഒരു ഇങ്ങനെ കാണുമല്ലോ, അതുപോലെയുള്ള ഒരു ഹെഡിങ്ങോട് കൂടി തന്നെ ഇത് പറയണം. ഇതൊരു രസമുണ്ട് കേൾക്കാൻ. എന്തായാലും നിങ്ങൾ കമ്പനിയിലോട്ട് വരാതിരിക്കാൻ നല്ലത് എന്നിങ്ങനെ യതീന്ദ്രനെ നോക്കി പറയുമ്പോൾ യതീന്ദ്രൻ പറയണ്ട, ഡാ നിർത്തുന്നുണ്ടോ? മതി നിന്റെ സംസാരം എന്നങ്ങ് പറയുമ്പോൾ ഉടൻ തന്നെ നിർത്തണം കേട്ടോ. അപ്പോൾ ഓ ഡാഡി, ഞാനൊന്നും മിണ്ടുന്നില്ല എന്ന് പറഞ്ഞ് നിർത്തുന്നു. അപ്പോഴേക്കും നന്ദിനിയും ഈ പറയുന്ന അതുപോലെ രാജുവൊക്കെ എത്തിയിരിക്കുന്നു. അവരൊക്കെ സൈഡിലൂടെ കാണുന്നത്. അപ്പോൾ കനക നിൽക്കുന്നുണ്ട് കേട്ടോ.
അപ്പോൾ വക്കീൽ പറയണത് എന്തിനാണ് മാഡം എന്നെ വിളിപ്പിച്ചത്? ഞാൻ ഇനി കമ്പനിയിലോട്ട് പോകുന്നില്ല. പക്ഷേ എനിക്ക് പകരം എൻ്റെ പോസ്റ്റിലോട്ട് ഇവളാണ്. അത് കേൾക്കുന്ന സൂര്യക്ക് ചിന്തിക്കാൻ പോലും കഴിയുന്നില്ല കേട്ടോ. അപ്പോൾ സൂര്യ എന്താ ഈ പറഞ്ഞത്? ഇവളോ? ഇവളെപ്പോലെ ഒരു യക്ഷി ആ കമ്പനിയിലോട്ട് കയറ്റിക്കഴിഞ്ഞാൽ ഈ വടയക്ഷി എന്നൊക്കെ പറഞ്ഞ് കേട്ടിട്ടില്ല, അതിൻ്റെ ഡബിളാണ് ഇവള്. ഇവള് ചോര കുടിച്ച് ആളെ കൊല്ലത്തുള്ളൂ. ആ കമ്പനിയിലൂടെ ഏത് വഴിയാണ് ഇവള് നുഴഞ്ഞു കയറുകയെന്ന്, നശിപ്പിക്കാൻ നുഴഞ്ഞു കയറുകയെന്ന് പുറത്തു നിന്ന് നോക്കി നിൽക്കുന്ന ഞാൻ ഇവളെ അറിഞ്ഞും കൊണ്ട് അതിലോട്ട് കയറ്റണമെന്നോ? അത് കേട്ട ഉടൻ തന്നെ യതീന്ദ്രൻ പറയണേ, അതെ മോനെ നീയൊന്നും മിണ്ടാതിരിക്ക്. അപ്പോഴേക്കും യതീന്ദ്രൻ പത്മയോട് പറയണേ, നീ ചെയ്യുന്ന ഈ തെറ്റായ തീരുമാനം ഇത് ശരിയല്ല, മറ്റുള്ളവരെ കമ്പനി നോക്കാനൊന്നും ഏൽപ്പിക്കാനൊന്നും പറ്റത്തില്ല എന്ന് പറയട്ടോ. അത് കേൾക്കുന്ന പത്മ പറയണേ, ഇല്ല, എൻ്റെ ഒപ്പിന് താഴെ ഒരു വേലക്കാരി പെണ്ണ് ഒപ്പിട്ടെങ്കിൽ ഇനിയും അത് ആവർത്തിക്കുമെങ്കിൽ ഇനി ഞാൻ ആ കമ്പനിയിലോട്ടില്ല. അതുകൊണ്ട് എൻ്റെ തീരുമാനം എന്തെന്നറിയോ? ഇനി ആ കമ്പനിയിൽ ഞാനില്ല. എൻ്റെ പോസ്റ്റിലോട്ട് ഞാൻ തീരുമാനിക്കുന്ന ആളെയാണ് ഞാൻ ഇടുന്നത്. ആ ഒരു പോസ്റ്റ് താൽക്കാലത്തേക്ക് ഇവൾക്ക് ഞാൻ കൊടുക്കുന്നു എന്ന് പറയണേട്ടോ. അപ്പോൾ സൂര്യ വഴിയെ അറിഞ്ഞോളും, ഇനിയിപ്പോൾ അധികം പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ എന്ന് പറഞ്ഞിട്ട് സൂര്യ അവിടെ നിന്ന് പോവാണ്. അപ്പോൾ സൂര്യക്കാണെങ്കിലോ നല്ലൊരു തിരിച്ചടിയാണ് കിട്ടിയിരിക്കുന്നത്. മിത്ര എന്ന് പറയുന്ന ശത്രുവിനെ കാണുന്നതേ ഇഷ്ടമല്ല. അങ്ങനെയുള്ള മിത്രയെ ഓഫീസിൽ താൻ 24 മണിക്കൂർ കാണേണ്ടി വരും എന്ന ചിന്തയിൽ ഇങ്ങനെ നിൽക്കുമ്പോൾ നന്ദിനി അങ്ങോട്ടേക്ക് വരികയാണ് കേട്ടോ. അപ്പോൾ എന്താ സാർ, എന്താ പ്രശ്നം? ഇന്ന് പകലത്തെ പ്രശ്നമാണോ? മിത്ര, അവൾ ചോര കുടിക്കുന്ന ഒരു യക്ഷിയാണ്. അവളെ അങ്ങനെ വിശ്വസിച്ച് കമ്പനിയിൽ കയറ്റാൻ പറ്റത്തില്ല. അവൾ എന്തെങ്കിലുമൊക്കെ ചെയ്ത് കമ്പനി തകർക്കാൻ നോക്കും. അതുമാത്രമല്ല, എന്തെങ്കിലും ഒരു പ്രശ്നം അവിടെ ഉണ്ടാവും. എന്നെയും കൂട്ടിയിട്ടായിരിക്കും അവൾ ഉണ്ടാക്കാം. അപ്പോൾ അല്ല സാർ, എന്തത്ര കാര്യമായിട്ട് ചിന്തിക്കുന്നത്? അതൊക്കെയുണ്ട്. ഞാനൊരു കാര്യം പറയട്ടെ, എനിക്കൊരു കാര്യം നടക്കണമെന്നുണ്ടെങ്കിൽ അതിനെന്താ ചെയ്യുക? അതിനൊരു വഴിയുണ്ട്. എൻ്റെ അമ്മ ഏതാ ഇവിടെ ഇരിക്കുന്നത്. അപ്പോൾ അവിടെ ഞാനിങ്ങനെ കുങ്കുമം വെച്ചിട്ട് അത് നടക്കൂലേ എന്നുള്ളത് പറയാൻ കഴിയും. എന്നാൽ നമുക്കതൊന്ന് നോക്കിയാലോ? അത് നടക്കും എന്നുള്ളത് ഉറപ്പാണോ? നടക്കും. എന്നാൽ ഞാൻ അത് വെച്ചിട്ട് ചെയ്യാമെന്ന് പറഞ്ഞ് പേപ്പറിൽ അങ്ങനെ എഴുതിയിട്ട് ദേവിയുടെ മുന്നിൽ ആ കുങ്കുമം വെച്ചിട്ടുള്ള ആ ഒരു പരിപാടി ചെയ്യണം കേട്ടോ. അപ്പോൾ ഇത് കണ്ട ഉടനെ അത് നടക്കുമെന്നാണ് കേട്ടോ പറയുന്നത്. അപ്പോൾ നന്ദിനിയോട് ചോദിക്കുകയാണ്, നന്ദിനി, ഇത് നീ സത്യം ചെയ്തു തരുമോ? ഇത് നടക്കുന്ന ഉറപ്പാണോ? നിൻ്റെ വാക്കാണോ? എനിക്ക് വിശ്വസിക്കാമോ? ദേവി പറയുന്നത് കറക്റ്റായിട്ട് ഇതുപോലെ നടന്നിട്ടുണ്ട്. ഇത്രയും ദിവസം ഞാൻ എന്ത് കാര്യങ്ങളും ചെയ്യുമ്പോഴും ഞാൻ എൻ്റെ ദേവിയോട് ചോദിക്കും. അപ്പോൾ എനിക്ക് ഈ കുങ്കുമം വെച്ച് പരീക്ഷിക്കുമ്പോൾ അത് ശരിയാണോ തെറ്റാണോ വേണോ വേണ്ടതെന്ന് തീരുമാനിക്കുന്നത് ഈ ഒരു അടയാളത്തിലൂടെ ഞാൻ. എന്നാൽ നിന്നോട് ഞാനൊരു കാര്യം പറയട്ടെ, നീ എനിക്കൊരു വാക്ക് തരുമോ? ഞാൻ വാക്ക് തന്നു എന്ന് പറയണേട്ടോ. എന്നാൽ നാളെ നീ എൻ്റെ കൂടെ ഒരു സ്ഥലത്തോട്ട് വരുമോ? തീർച്ചയായും വരും എന്ന് പറയണേട്ടോ. അപ്പോൾ നിൻ്റെ ദേവി പറഞ്ഞത് നീയും കേൾക്കുമല്ലോ? കേൾക്കാമെന്ന് പറയണം. അങ്ങനെ പിറ്റേ ദിവസം രാവിലെ ആവുകയാണ്. അങ്ങനെ ഈ സമയം അങ്ങോട്ടേക്ക് സൂര്യ കടന്നു വരികയാണ്. അപ്പോൾ ഉടൻ തന്നെ സൂര്യ വന്നിട്ട് പറയണേ, അതെ, നിങ്ങളവിടെ മിത്രയെ പോസ്റ്റ് ചെയ്യുകയാണെങ്കിൽ ഇന്ന് മുതൽ നന്ദിനിയെ ഞാൻ അവിടെ പോസ്റ്റ് ചെയ്യാൻ പോവുകയാണ്. അത് കേൾക്കുന്നതിനോട് കൂടി ആര്? നന്ദിനിയോ? പഠിപ്പും വിവരവും വിദ്യാഭ്യാസമില്ലാത്ത നന്ദിനിയോ? 4ാം ക്ലാസ് പോലും പോയിട്ടില്ലാത്ത നന്ദിനിയോ? വേലക്കാരിയെ അവിടെ ആവശ്യമില്ല, വെച്ചുണ്ടാക്കാനല്ലേ കൊണ്ടുപോകുന്നത്. അങ്ങനെയാണെങ്കിൽ ഓക്കെ, അവിടെ ഒരു ക്യാൻറ്റീൻ തുടങ്ങിക്കോളൂ എന്ന് പറയട്ടോ. അത്ര പുച്ഛത്തോട് നിങ്ങൾ പറയണ്ട. അവിടെ നടക്കാൻ പോകുന്നത് എന്തെന്ന് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാമെന്ന് പറയണേട്ടോ. നിങ്ങൾ മിത്രയെ അവിടെ നിർത്തുമ്പോൾ എൻ്റെ ഭാര്യ നന്ദിനി ഇനി MD സ്ഥാനത്ത് ഞാൻ ഇരുത്തുമെന്ന് പറയട്ടോ. ഇത് കേൾക്കുന്ന പത്മ പൊട്ടിച്ചിരിക്കുകയാണ്. അങ്ങനെ ഈ സമയം നന്ദിനി എന്ന് പറഞ്ഞ് സൂര്യ വിളിക്കുകയാണ്. അപ്പോൾ നന്ദിനി അങ്ങോട്ടേക്ക് വരികയാണ്. അപ്പോഴേക്കും യതീന്ദ്രനും അങ്ങോട്ടേക്ക് എത്തുന്നുണ്ട്. അപ്പോൾ നന്ദിനിയോട് പറയണം, നന്ദിനി വാ, നമുക്ക് ഓഫീസിലോട്ട് പോവാം. സാറേ, എന്തിനാ ഓഫീസിലോട്ട് പോകുന്നത്? അതെ, ഓഫീസിലോട്ട് പോവാം. ഞാൻ നിന്നോട് നല്ല സാരിയൊക്കെ ഉടുക്കാൻ പറഞ്ഞത് വെറുതെ ഒന്നല്ല, ഓഫീസിലോട്ട് പോവാം. ഇല്ല സാർ, ഞാനില്ല ഓഫീസിലോട്ട്. നന്ദിനി, നീ ഒരക്ഷരം മിണ്ടരുത്. നീ എനിക്കൊരു വാക്ക് തന്നിരുന്നു, ആ വാക്ക് നീ പാലിക്കണം. അതും നിൻ്റെ ദേവിക്ക് മുന്നിൽ വെച്ചിട്ടാണ് നീ എനിക്ക് ആ വാക്ക് തന്നത്. അത് കേൾക്കുന്ന നന്ദിനിക്ക് ശബ്ദിക്കാനാവില്ല കേട്ടോ. അങ്ങനെ നന്ദിനി സൂര്യയുടെ കൂടെ പോവാണ്. അപ്പോഴേക്കും രാജു ഓടി വന്നിട്ട് അവരെ ആരതിയൊക്കെ ഒഴിയുന്നുണ്ട്. അപ്പോൾ പത്മയോട് ഇന്ദ്രജ വന്നിട്ട് പറയാണ്, അമ്മേ, അവർ പോകുന്നത് നമുക്കൊന്ന് കാണാം, വാ എന്ന് പറഞ്ഞിട്ട് വലിച്ചു കൂട്ടി കൊണ്ടുപോവുക. അപ്പോൾ പത്മ ചിരിക്കുകയാണ് കേട്ടോ. നന്ദിനിയെ പോലെ ഒരു വേലക്കാരി പെണ്ണ് MD സ്ഥാനത്ത് വിട്ട് പോയി കഴിഞ്ഞാൽ എന്തായിരിക്കും അവിടെ നടക്കാൻ പോകുന്നത് എന്നുള്ള ആ ഒരു ഇതിൽ കേട്ടോ. പിന്നീട് നന്ദിനിയും സൂര്യയും കാറിൽ കയറി യാത്രയാവണം. അപ്പോൾ സൂര്യയോട് നന്ദിനി ചോദിക്കുകയാണ്, എന്തിനാ സൂര്യ സാർ എന്നെ ഇങ്ങനെ എപ്പോഴും മാനസികമായി ബുദ്ധിമുട്ടിക്കുന്നത്? ഞാൻ എന്ത് തെറ്റ് ചെയ്തിട്ടാണ്? എനിക്ക് സങ്കടം സഹിക്കുന്നില്ല. കാരണം എനിക്കൊരു വിവരവും വിദ്യാഭ്യാസം ഒന്നുമില്ല. ഇംഗ്ലീഷിൻ്റെ വാക്കുകൾ പോലും എനിക്കറിയില്ല. അവിടേക്ക് ഓരോ പേപ്പറുകൾ വരുമ്പോൾ അതിനൊക്കെ അർത്ഥം അറിയാതെ ഞാൻ എങ്ങനെ എഴുതും, എന്ത് ചെയ്യും ഞാൻ എന്നൊക്കെ പറയുമ്പോൾ സൂര്യ ഇങ്ങനെ ചിരിക്കുകയാണ് കേട്ടോ. എന്തിനാ എന്നെ ഇങ്ങനെ എപ്പോഴും ഇങ്ങനെ കൊല്ലാക്കൊല ചെയ്യുന്നത്? നിങ്ങൾ അമ്മയും മകനുമുള്ള പ്രശ്നത്തിനിടയിൽ എന്നിങ്ങനെ വലിച്ചഴക്കുമ്പോൾ എനിക്കൊരു അറിവും വിവരവും ഇല്ല എന്ന് അറിയണ്ടേ? എന്നോടൊരു കറി വെക്കാനോ ഒരു ബിരിയാണി വെക്കാനോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ പറയുകയാണെങ്കിൽ ഞാൻ ചെയ്തിരുന്നു. അല്ലെങ്കിൽ വീട് വൃത്തിയാക്കാനോ അതൊക്കെയാണെങ്കിൽ ഓക്കെ. ഇങ്ങനെയുള്ളതൊന്നും എനിക്കറിയത്തില്ല എന്നിങ്ങനെ പറയാണ് കേട്ടോ.